MC റോഡിൽ നാട്ടകം പോളിടെക്നിക് കോളേജിന് സമീപം ജീപ്പും ലോറിയും കൂട്ടിയിടിച്ച് 2 പേർ മരിച്ചു. 3 പേർക്ക് പരിക്കേറ്റു. ജീപ്പ് യാത്രക്കാരായ 2 പേരാണ് മരിച്ചത്. തൊടുപുഴ സ്വദേശി സനോഷാണ് മരിച്ചവരിൽ ഒരാൾ. ഷിനോജ് എസ് ടി കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. ഷിനോജ്, ഈ അപകടം എപ്പോഴാണ് ഉണ്ടായത്? ഈ മരിച്ചവരിൽ ഒരാളുടെ പേര് വിവരം മാത്രമേ നമുക്ക് ലഭ്യമായിട്ടുള്ളൂ. വിശദാംശങ്ങൾ എന്താണ് ബാക്കിയുള്ളവരുടെയും മറ്റും? മോത്തി, ഇന്ന് പുലർച്ചെ 3:30യോടെയാണ് നാട്ടകം പോളിടെക്നിക് കോളേജിന് മുന്നിലായിട്ട് ഇത്തരത്തിലൊരു അപകടം നടക്കുന്നത്. കോട്ടയം ഭാഗത്ത് നിന്ന് കൊല്ലത്തേക്ക് വരികയായിരുന്ന ലോറിയും അതുപോലെ തന്നെ എതിർദിശയിൽ നിന്നെത്തിയ പിക്കപ്പ് ലോറിയും കൂട്ടിയിടിക്കുകയായിരുന്നു. ദിശ തെറ്റി കയറി വന്ന ജീപ്പ് ഈ ലോറിയുടെ മുന്നിൽ ഇടിച്ചാണ് ഈ മുൻഭാഗം പൂർണ്ണമായും തകർന്നു. ആകെ 5 പേരാണ് ഈ പിക്കപ്പ് വാനിൽ ഉണ്ടായിരുന്നതെന്നാണ് നമുക്കിപ്പോൾ ലഭ്യമാകുന്ന വിവരമെന്ന് പറയുന്നത്. തൊടുപുഴ സ്വദേശിയാണ് ഈ വാഹനം ഓടിച്ചിരുന്നത്. തൊടുപുഴ മണക്കാട് സ്വദേശിയായ സനുഷ് ആണ് ഈ അപകടത്തിൽ മരിച്ച ഒരാൾ എന്നാണ് നമുക്ക് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരമെന്ന് പറയുന്നത്. മറ്റൊരാൾ അത് സംബന്ധിച്ച് പൂർണ്ണമായി വിവരങ്ങളൊന്നും ലഭ്യമായിട്ടില്ല. തമിഴ്നാട് സ്വദേശി എന്നാണ് പോലീസിൽ നിന്ന് ഇപ്പോൾ പ്രാഥമികമായി ലഭിക്കുന്ന വിവരമെന്ന് പറയുന്നത്. ഈ ആകെ 5 പേരിൽ 2 പേർ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. അതിൽ ഒരാൾ തൊടുപുഴ സ്വദേശിയാണ്, മറ്റൊരാൾ തമിഴ്നാട് സ്വദേശിയാണ്. മറ്റ് 3 പേർ, അതിൽ 2 പേർ ആസാം സ്വദേശികളാണ്. മറ്റൊരാളെ പൂർണ്ണമായും തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല. ഈ പരിക്കേറ്റ 3 പേരിൽ ഒരാളുടെ നില അതീവ ഗുരുതരമാണ്. അയാൾ ഇപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെന്റിലേറ്ററിൽ തുടരുകയാണ്. അതേസമയത്ത് തന്നെ മറ്റ് 2 പേർക്കും പരിക്കാണ്, ഗുരുതരമായ രീതിയിലുള്ള പരിക്കുണ്ട് എന്നാണ് ആശുപത്രിയിൽ നിന്ന് ലഭ്യമാകുന്ന വിവരമെന്ന് പറയുന്നത്. ഇന്റീരിയർ ജോലികൾ ചെയ്യുന്ന, അതായത് പണിയെടുത്ത് ചെയ്യുന്ന ആളാണ് ഈ തൊടുപുഴ സ്വദേശി എന്നാണ് ഇപ്പോൾ പോലീസിൽ നിന്ന് ലഭ്യമാകുന്ന വിവരമെന്ന് പറയുന്നത്. അതായത് അങ്ങനെ പണി കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴാണ് ഇത്തരത്തിൽ ഈ അപകടം നടന്നതെന്നാണ് പോലീസിൽ നിന്ന് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരമെന്ന് പറയുന്നത്. മോത്തി.